ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട RSSന് 100 വയസ്സ് തികയുന്ന സാഹചര്യത്തിൽ ദ ക്രിട്ടിക് സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് സംസാരിക്കുന്നത് കണ്ണൂർ സർവകലാശാലയിലെ ചരിത്രാധ്യാപികയും ദളിത് ബഹുജൻ ആക്ടിവിസ്റ്റുമായ ഡോക്ടർ മാളവിക ബിന്നിയാണ്. RSS ഒരു സാംസ്കാരിക സംഘടനയാണെന്ന അവകാശവാദത്തെ അവർ തള്ളിക്കളയുന്നു. കൊട്ടിഘോഷിക്കുന്ന ബഹുസ്വരതയൊന്നും ഇന്ത്യക്കുണ്ടായിരുന്നില്ല എന്നും ഉണ്ടായിരുന്നത് അപരവൽക്കരണം മാത്രമാണെന്നും ആധുനിക ജനാധിപത്യ മതേതര അംബേദ്കറൈറ്റ് മൂല്യങ്ങളിലൂടെ മാത്രമേ RSSനെ ചെറുക്കാനാകൂ എന്നും അവർ പറയുന്നു. ഏവർക്കും സ്വാഗതം. RSS നമ്മൾ ബാക്കി അതിൻ്റെ പൊളിറ്റിക്സ് എല്ലാം മാറ്റി വെച്ചാലും അവർ പറയുന്നത് പോലെ തന്നെ ഒരു കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് നമ്മൾ എടുക്കുക. ഇനി കൾച്ചറൽ ഓർഗനൈസേഷൻ ഉള്ളത് ഇൻവേർട്ടഡ് കോഡ്സിലാണ്. എന്നാലും നമ്മൾ ഒരു കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് എടുത്താലും അതിൻ്റെ ഒരു 100 വർഷത്തെ സക്സസ് ആൻഡ് ഫെയിലിയർ മാപ്പ് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററി പ്രോജക്റ്റാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഒരുപാട് പേര് ശ്രമിച്ചിട്ടുള്ളതാണ്. അതിൽ എനിക്ക് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട ഒരു വർക്ക് വാൾട്ടർ ആൻഡേഴ്സൺ എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റിൻ്റെ വർക്കാണെന്ന് തോന്നിയിട്ടുണ്ട്. ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അദ്ദേഹം. ഏകദേശം 50 വർഷമായിട്ട് അദ്ദേഹം RSSനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ RSSൻ്റെ ഒരു ചരിത്രം സോഷ്യോ പൊളിറ്റിക്കൽ കൾച്ചറൽ ഓർഗനൈസേഷനായിട്ട് RSSൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്ക് ബ്രദർഹുഡ് ഇൻ സാഫ്രൺ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വർക്കാണ് വളരെ കോംപ്രിഹെൻസീവായിട്ട് അദ്ദേഹവും ധാംലെ എന്ന് പറഞ്ഞ വേറൊരു സ്കോളറും കൂടെ ഒരുമിച്ച് എഴുതിയ വർക്കാണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു വർക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ വർക്കിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ പ്രഫുൽ കിഡ്വായ്, തനിക സർക്കാർ പോലുള്ള സ്കോളേഴ്സ് എഴുതിയിട്ടുണ്ട്. ബ്രൂസ് ഗ്രഹാം എന്ന് പറഞ്ഞ സ്കോളർ ഹിന്ദു നാഷണലിസം ഇൻ ഇന്ത്യ എന്നുള്ള വർക്ക് ഇതിനെല്ലാം ആസ്പദമാക്കിയാണ് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇവരുടെ വർക്ക് നോക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു 1920s തൊട്ടുള്ള ഈ RSSൻ്റെ ഒരു പ്രീ ഹിസ്റ്ററി തൊട്ട് RSSൻ്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വയുടെ ചരിത്രം മാപ്പ് ചെയ്യാനാണ് അവർ നോക്കുന്നത്. അത് പല രീതിക്ക് മാപ്പ് ചെയ്യപ്പെടാം. ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റായിട്ട്, പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിന് രാഷ്ട്രീയ പാർട്ടികളിലൂടെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്സ് അല്ല, സംസ്കാരത്തിലൂടെ പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്സ്, മീഡിയയിലൂടെ പ്രവർത്തിക്കുന്ന പൊളിറ്റിക്സ്, റിലീജൻ്റെ തന്നെ ചില അംശങ്ങളെ നിലനിർത്തുകയും മറ്റ് അംശങ്ങളെ കുറച്ചും കൂടെ അഗ്രവേറ്റ് അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യുകയും ഇനിയും മറ്റ് അംശങ്ങളെ വെട്ടിമാറ്റുകയും പിന്നെ കാസ്റ്റും റിലീജനും തമ്മിലുള്ള ബന്ധങ്ങൾ നിയന്ത്രിക്കുന്ന വഴിയുള്ളൊരു അങ്ങനെ ഈ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റിൻ്റെയാണ് ഈ ലാർജർ ഫ്രെയിമിൽ നമ്മൾ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ RSSനെ കാണണമെന്ന് ഇവരെല്ലാം വാദിക്കുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ തനിക സർക്കാരിൻ്റെ വർക്ക് എടുത്ത് നോക്കിയാൽ RSS എങ്ങനെയാണ് ഇന്ത്യയിലെ മാസ്കുലിനിറ്റിയെ, പുരുഷത്വത്തിനെയും സ്ത്രീത്വത്തിനെയും ഡിഫൈൻ ചെയ്യാൻ പല സമയങ്ങളിൽ ശ്രമിച്ചിട്ടുള്ളത് സരസ്വതി മന്ദിർസിലൂടെ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് റൈറ്റിങ്ങിലൂടെ. മോർ ഇമ്പോർട്ടൻ്റ്ലി ഒരു ഇപ്പം നമുക്ക് RSSൻ്റെ 100 വർഷം നമ്മൾ പറയുന്നു, പക്ഷേ ഇതുപോലെ തന്നെ 1936 ഒരു രാഷ്ട്ര സ്വയം സേവികാ സംഘ് എന്ന് പറഞ്ഞ് ഒരു ഫീമെയിൽസിന്, സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഉള്ളൊരു RSS, അതിൻ്റെ എന്താണ് അബ്രിവേഷൻ RSS തന്നെയാണ്, സ്ഥാപിക്കപ്പെടുന്നതിനെ കുറിച്ച് തനിക സർക്കാർ പറയുന്നുണ്ട്. അപ്പം ഫോർ ഇൻസ്റ്റൻസ് 1936 ലക്ഷ്മി കേൾക്കാർ എന്ന് പറഞ്ഞ ഒരു വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള എന്നാൽ വളരെ ആക്റ്റീവും വോക്കലുമായിട്ടുള്ള RSSൻ്റെ എല്ലാ ഐഡിയോളജിയിലും ചേർന്ന് നിൽക്കുന്ന ഒരു സ്ത്രീ ഹെഡ്ഗേവാറിൻ്റെ അടുത്ത് പോകുകയും സ്ത്രീകൾക്ക് RSSൽ അഡ്മിഷൻ തരണം, RSS മെമ്പേഴ്സാക്കി സ്ത്രീകളെ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുമ്പോൾ അതിനെ എല്ലാ രീതിയിലും റെഫ്യൂസ് ചെയ്യുകയാണ്. ഒരു ഡിസ്കഷൻ ഇല്ലാതെ തന്നെ അതിനെ റെഫ്യൂസ് ചെയ്യുകയും പക്ഷെ അതിനെ തുടർന്ന് ഒരു RSSനെ പോലെ തന്നെ ഒരു രാഷ്ട്രം സ്വയം സേവികാ സംഘ് സ്ഥാപിക്കപ്പെടുകയും പിന്നീട് നമ്മൾ അതിൻ്റെ ഒരു വർക്കിംഗ് നോക്കുകയാണെങ്കിൽ സ്ത്രീകളെ മിലിറ്ററൈസ് ചെയ്യുക,
സ്ത്രീകളെ പല രീതിയിൽ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എഗെയിൻ അതിന് ഇൻവേർട്ടഡ് കോട്ട്സ് ഇട്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് കൾച്ചറൽ നാഷണലിസം, ഹിന്ദുത്വ പ്രൊജക്റ്റിലേക്ക് സ്ത്രീകളെ റെവല്യൂഷണറി, എഗെയിൻ ഈ വാക്കുകളെല്ലാം തന്നെ നമ്മൾ ഇവരുടെ ഒരു വൊക്കാബുലറിയിലുള്ള വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും അത് നമ്മൾ ഈ മെയിൻ സ്ട്രീം അർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് അർത്ഥത്തിൽ അത് തമ്മിലൊരു കോൺട്രഡിക്ഷൻ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. അപ്പം ഇതിൻ്റെ ഈ RSSന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതുപോലെ തന്നെ ഈ രാഷ്ട്ര സ്വയം സേവികാ സംഘിനും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിനകത്ത് അവർ പറയുന്ന റെവല്യൂഷണറി അമ്മമാരായിട്ട്, അതായത് രാജ്യത്തിന് വേണ്ടി, രാജ്യസ്നേഹത്തിന് വേണ്ടി മക്കളെ വാർത്തെടുക്കുന്ന, അതിൽ ഒരു ഇൻറ്റഗ്രൽ എലമെൻ്റ് ആയിട്ട് പറയുന്നത് ഇന്ത്യയെ ഒരു ഹിന്ദു മെജോറിറ്റി നേഷനായിട്ട്, ഇവിടെ കൂടുതലും ഹിന്ദുക്കൾ മാത്രമുള്ളൊരു നേഷനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും മുസ്ലിം റെപ്രസെൻറ്റേഷൻ കുറയ്ക്കുകയും ചെയ്യാൻ വേണ്ടി എല്ലാ രീതിയിലും പ്രയത്നിക്കുന്ന ഒരു സംഘമായിട്ട് അതിൽ ആ അജണ്ടയിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരാൻ വേണ്ടി സ്ത്രീകളെ പ്രബോധിപ്പിക്കുന്ന ഒരു സംഘമായിട്ട് ഈ രാഷ്ട്ര സ്വയം സേവികാ സംഘ്. ഇങ്ങനെ പല പല ആസ്പെക്ട്സ് നമുക്ക് RSSൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ, കാരണം അതൊരു സോഷ്യോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പൊളിറ്റിക്കലും കൾച്ചറലും പോയിന്റ് ഓഫ് വ്യൂവിൽ എത്ര ഭയാനകമാണ് എന്നും കൂടെ അതിനോട് ചേർത്ത് വെച്ച് പറയണം. ഇപ്പം നമ്മൾ അക്കാഡമിക്കലി അത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു 100 വർഷത്തെ ഗ്രോത്ത് പഠിക്കുന്നത്, അത് ഡോക്യുമെൻ്റ് ചെയ്യുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ക്രിട്ടിക്കിൻ്റെ ഈ ഒരു എൻഡീവർ പല പല പേഴ്സ്പെക്റ്റീവുകളിൽ നിന്ന് RSSനെ നോക്കിക്കാണുന്ന ഒരു എൻഡീവറിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. നാളെ അതൊരു ടെക്സ്റ്റായിട്ടൊരു ഡോക്യുമെൻ്റായിട്ട് നിലനിൽക്കുമെന്നുള്ള വിശ്വാസത്തിൽ കൂടെയാണ് ഞാനതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വാൾട്ടർ ആൻഡേഴ്സൻ്റെ വർക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ 1920s തന്നെ ഹെഡ്ഗേവാർ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കണം. ആ ഓർഗനൈസേഷന് കൃത്യമായിട്ടൊരു ചട്ടക്കൂടും വളരെയധികം ഡിസിപ്ലിൻ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ പല പല സ്പീച്ചസിൽ പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം, നമ്മൾ ഓർത്തിരിക്കുന്ന മറ്റൊരു കാര്യം, അദ്ദേഹം ആ സമയത്ത് കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ 1920 നാഗ്പൂർ സെഷൻ, അതിൽ ഗാന്ധിജിയൊക്കെ പങ്കെടുക്കുന്ന സെഷനാണ്. അപ്പം ഗാന്ധി അവിടെ വരുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ആവശ്യമാണ്. കാരണം ഓൾസോ റിമെമ്പർ 1916 തൊട്ട് ഖിലാഫത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ തുടങ്ങി വരികയാണ്. 1920s ആകുമ്പോഴത്തേക്ക് ഖിലാഫത്ത് മൂവ്മെൻറ്റിന് വലിയ രീതിയിലുള്ള സപ്പോർട്ട് കോൺഗ്രസ് ആ സമയത്തുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം കോൺഗ്രസിനകത്ത് തന്നെ ഇതിനോടുള്ള ഒപ്പോസിഷനും ഉണ്ട്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് തന്നെ ഒരു സൈഡിൽ തിലകിൻ്റെ ഫോളോവേഴ്സും മറ്റേ സൈഡിൽ ഗാന്ധിയുടെ ഫോളോവേഴ്സും തമ്മിൽ, അതായത് വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഹിന്ദു ഫോളോയിങ് ഉള്ള തിലകിൻ്റെ ഫോളോവേഴ്സും മറ്റു സൈഡിൽ ഗാന്ധിയുടെ ഫോളോവേഴ്സും തമ്മിലുള്ളൊരു ഫ്രിക്ഷൻ നിലനിൽക്കുന്ന സമയമാണെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. ഈ തിലകിൻ്റെ ആയിട്ടാണ് ഹെഡ്ഗേവാറിനെ നമ്മൾ ആദ്യം ഈ കോൺഗ്രസിൻ്റെ വോളണ്ടിയേഴ്സിനെ ശേഖരിക്കുന്നതിൽ നമ്മൾ കാണുന്നത്. ഈ നാഗ്പൂർ സെഷനിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നതും പർട്ടിക്കുലർലി അതിലേക്ക് ആ വലിയ സെഷനിലേക്ക് വോളണ്ടിയേഴ്സിനെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ലീഡറായിട്ടാണ് നമ്മൾ കാണുന്നത്. അന്ന് അദ്ദേഹം ഈ നാഗ്പൂർ സെഷന് വേണ്ടി ഡിസൈൻ ചെയ്ത, അല്ലെങ്കിൽ നാഗ്പൂർ സെഷൻ്റെ വോളണ്ടിയേഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ് കറുത്ത തൊപ്പിയും ഖാക്കി ട്രൗസറും വെള്ള ഡ്രസ്സും ഒക്കെ. പിന്നീട് അത് RSS തുടങ്ങുമ്പോഴത്തേക്ക് അത് RSSൻ്റെ യൂണിഫോമായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ 1920s തന്നെ ഇദ്ദേഹം മൂഞ്ചെ പോലെയുള്ള ലീഡേഴ്സായിട്ട് ഇൻ കോണ്ടാക്റ്റ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. മറ്റ് തിലകൈറ്റായിട്ടുള്ള തിലകിനെ ഫോളോ ചെയ്യുന്ന ലീഡേഴ്സുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 1920 നാഗ്പൂർ സെഷൻ നടക്കുമ്പോൾ ഇതൊരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് തുടങ്ങി വരുന്ന സമയം കൂടെയാണ്. ഇവരുടെ ഒരു വലിയ ഈ ഹെഡ്ഗേവാറിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ 1920 സെഷനിൽ ഗോസംരക്ഷണം കോൺഗ്രസ് ഒരു അജണ്ടയായിട്ട് എടുക്കുമെന്ന് ഗാന്ധി അത് പ്രഖ്യാപിക്കും എന്നാണ് ഇവരുടെ ഒരു വലിയ ആഗ്രഹം, അല്ലെങ്കിൽ ഇവരുടെ വലിയ പ്രതീക്ഷയായിരുന്നു. 1920 ഇത് മുമ്പോട്ട് വെക്കുന്നില്ല, കോൺഗ്രസ് ഒരു അജണ്ടയായിട്ട് ഇത് ഏറ്റെടുക്കുന്നില്ല, ഗാന്ധി ഇതിനെക്കുറിച്ച് ഒട്ടുമേ സംസാരിക്കുന്നില്ല. അപ്പോൾ ഇതൊരു ആദ്യത്തെ ഒരു കോൺഗ്രസുമായിട്ടൊരു വലിയൊരു സ്പ്ലിറ്റ് ഇവിടെ ഹെഡ്ഗേവാറിന് വരികയാണ്.
എന്നിട്ട് പക്ഷെ അദ്ദേഹം അപ്പോഴും കോൺഗ്രസ്സിൽ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം പിന്നീടുള്ള പല എഴുത്തുകുത്തുകളിലും അതുപോലെ സ്പീച്ചസിലും ഒക്കെ ഈ ഗോസംരക്ഷണം ഇതിൽ വരാത്തതിലുള്ള തൻ്റെ അപ്രീതി പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 1920s തുടങ്ങി കൂടുതൽ ഫണ്ടമെൻ്റലിസ്റ്റ് ആയിട്ടുള്ള ചിന്തകളിലേക്ക് ആകൃഷ്ടനാകുന്ന ഹെഡ്ഗേവാറിനെ നമുക്ക് കാണാൻ പറ്റും. 1923 അഗെയിൻ വാൾട്ടർ ആൻഡേഴ്സണിൻ്റെ വർക്കിൽ നിന്നുള്ള പരാമർശമാണ്. ഇദ്ദേഹം സവർക്കറിൻ്റെ വർക്ക്, ഹിന്ദുത്വം എന്നുള്ള വർക്ക് വായിക്കുകയും വളരെ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആകുകയാണ്. ഇതേ സമയത്ത് തന്നെ മസീനിയുടെയും മുസോളിനിയുടെയും വർക്കുകളും ഇദ്ദേഹം വായിക്കുന്നതായിട്ടുള്ള റെഫറൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഒരു കാദർ ബേസായിട്ടുള്ള വളരെ ഡിസിപ്ലിനുള്ള ഒരു മിലിറ്ററി വിങ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആവശ്യമാണ്. അത് കോൺഗ്രസ് ഒട്ടും പര്യാപ്തമല്ല. അദ്ദേഹം കോൺഗ്രസിനെ നോക്കുമ്പോൾ ഒരു കാദർ ബേസ് ഇല്ല. മിക്കതും ലാൻഡ് ലോഡ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് അതിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്നത്. ഇവിടെ നേരത്തെ നിലനിന്നിട്ടുള്ള അഖാഡ പോലെയുള്ള സിസ്റ്റങ്ങളിലോട് ഒരിക്കലും കോൺഗ്രസ് ചേർന്ന് വരുന്നില്ല. ഒട്ടും ഒരു മിലിറ്ററി ആംഗിൾ ഇല്ലാത്തതിൻ്റെ ഒരു അതിൻ്റെ ഒരു അഭാവം ഹെഡ്ഗേവാറിനെ വളരെ വലിയ രീതിയിൽ അപ്സെറ്റ് ആക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അദ്ദേഹം ഒരു കൾച്ചറൽ ഓർഗനൈസേഷൻ തുടങ്ങാനുള്ള നീക്കങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അദ്ദേഹം നാഗ്പൂരിലും മഹാരാഷ്ട്രയിലെ ബാക്കിയുള്ള ഇടങ്ങളിൽ, മേജർലി നാഗ്പൂരിൽ തന്നെയാണ്, യങ് മെന്നിനെ എങ്ങനെയാണ് ചെറുപ്പക്കാരെന്ന് പറയുമ്പം ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഫിലിപ്പ് ഹാരിസൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മളിപ്പോൾ ചെറുപ്പക്കാരെന്ന് വിചാരിക്കുന്നത് 18 വയസ്സാണ്. കാരണം നമ്മുടെ ചൈൽഡ്ഹുഡിൻ്റെ ഐഡിയാസ് മാറിയിട്ടുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള 1920s 13-14 വയസ്സൊക്കെ ചെറുപ്പക്കാരാണ്. ഈ 40 വയസ്സൊക്കെയാണ് അതിന് ഓൾഡ് ഏജ് എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ 14 വയസ്സ് മുതലുള്ള ആൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരികയും മൊബിലൈസ് ചെയ്യുകയും അവരിലൂടെ ഒരു പുതിയ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, ഒരു രാഷ്ട്രീയ നവോത്ഥാനം ഉണ്ടാക്കുകയും അങ്ങനെ നാഷണലിസം പ്രചരിപ്പിക്കുകയും, ഇതെല്ലാം അവരുടെ വാക്കുകളാണ്. ഈ ഒരു ഉദ്ദേശത്തോടെ 1925 സമയങ്ങളാകുമ്പോഴത്തേക്ക് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കണം. അപ്പോഴും ഇതിനെ നമുക്ക് ഒരു ഹാർഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് RSS എന്ന് വിളിക്കാവൂ എന്ന് അക്കാഡമിക് ലോകത്ത് ഡിബേറ്റ് നടക്കുന്നുണ്ട്. കാരണം ഇന്ന് നമ്മൾ കാണുന്ന RSSൻ്റെ പല അജണ്ടയും അല്ലെങ്കിൽ സ്വഭാവവും ആ 1925 തന്നെ ഉണ്ടോ ഇല്ലേ എന്നുള്ള ഡിബേറ്റ് അക്കാഡമിഷ്യൻസ്മാരുടെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഉണ്ട് എന്ന് പറയുന്ന പ്രബലമായിട്ട് നിൽക്കുന്ന, പർട്ടിക്കുലർലി ഫോറിൻ സ്കോളേഴ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്ട്രീമിനെ കാണാൻ പറ്റും. ഇല്ല, പിന്നീടാണ് മുമ്പോട്ട് പോകുമ്പോഴാണ് പർട്ടിക്കുലർലി ഡയറക്റ്റ് ആക്ഷൻ ഡേ മുസ്ലിം ലീഗ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന, ജിന്നയുടെ കീഴിലുണ്ടായിരുന്ന മുസ്ലിം ലീഗ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് ആക്ഷൻ ഡേ കഴിഞ്ഞിട്ടാണ് RSSന് ഇന്ന് ഉള്ളൊരു സ്വഭാവം ഉണ്ടായി വന്നതെന്ന് പറയുന്ന മറ്റൊരു സെറ്റ് ഓഫ് സ്കോളേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ വാൾട്ടർ ആൻഡേഴ്സന്റെ ലൈൻ ഫോളോ ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ആസ് ഏർലി ആസ് 1926 പല രീതിയിലുള്ള ഈ തിലക് ഫോളോ ചെയ്തിരുന്ന പോലെയുള്ള ഹിന്ദുത്വ പ്രചരണത്തിന് വേണ്ടി, ഹിന്ദുത്വയും നാഷണലിസം ഒന്നാണെന്ന് കരുതി വെക്കുന്ന ഒരു ഐഡിയോളജി മുമ്പോട്ട് വെക്കുകയും ഹിന്ദുത്വ പ്രചരണത്തിന് വേണ്ടി ഫെസ്റ്റിവൽസിനെ, പർട്ടിക്കുലർലി ഹിന്ദു ഫെസ്റ്റിവൽസിനെ യൂസ് ചെയ്യുന്ന അത് നമുക്ക് 1925 തൊട്ടേ കാണാൻ പറ്റും. 1926 ഇവർ രക്ഷാബന്ധൻ വലിയ രീതിയിൽ ആഘോഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ രക്ഷാബന്ധനോടെയാണ് ഇവർ ഈ ചരട് കെട്ടുന്ന ഈ ഒരു കസ്റ്റം തുടങ്ങുന്നത്. അപ്പോൾ രക്ഷാബന്ധനിലൂടെ ഇവർ പറയാൻ ശ്രമിക്കുന്നത് ഇവിടെയുള്ള സ്ത്രീകളുടെ മാനം നിരന്തരമായി ഫോറിൻ ഇൻവേഷൻസിലൂടെ കവർന്നെടുക്കപ്പെടുകയാണ്. അത് ഹിന്ദുയിസത്തിനകത്തുള്ള ഒരു കുഴപ്പമായിട്ടാണ് അവർ കാണുന്നത്. അതായത് ഹിന്ദു ആണുങ്ങളുടെ കവേർഡൈസ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഭീരുത്വമായിട്ടാണ് അവർ കാണുന്നത്. അല്ലെങ്കിൽ അവരുടെ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റായികയുള്ള, അല്ലെങ്കിൽ അവർക്ക് ക്ഷമത ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നുള്ള ഈ ഹിന്ദു മതത്തിനകത്തുള്ളൊരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യണം. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അവർ ആണുങ്ങളെ ഈ പ്രൊട്ടക്ഷൻ മെൻറ്റാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവർ ചെയ്ത ഒരു മെക്കാനിസമാണ് ഈ രക്ഷാബന്ധനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. മറ്റൊരു മെക്കാനിസമാണ് ഈ അഖാഡ കൾച്ചർ. അതായത്
ഈ നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ അറിയാം, ഈ ഗുസ്തിക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങളുണ്ട്. ഈ ഗുസ്തിക്ക് വേണ്ടി ഉള്ള സ്ഥലങ്ങളിൽ അസംബിൾ ചെയ്യുകയും അത് ചില റിഫറൻസസ് പറയുന്നത് അവരുടെ തന്നെ പാംഫ്ലെറ്റുകളിലുള്ള അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി എഴുതിയിട്ടുള്ള ബുക്കുകളിൽ ഇപ്പോൾ സൈബ് ബിലാവലൊക്കെ വളരെ നല്ല വർക്ക് അതിനെക്കുറിച്ച് ഈ ഇടയ്ക്കായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഓർഗനൈസർ പോലെയുള്ള അതിലെ ചരിത്രം നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അവരുടെ തന്നെ ചരിത്രം എടുത്ത് നമ്മൾ അല്ലാതെ അവരെഴുതിയ ചരിത്രം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് പറയുന്ന എല്ലാ സൺഡേയും ഏതെങ്കിലുമൊക്കെ ടെമ്പിളിൽ ഏതെങ്കിലുമൊക്കെ ക്ഷേത്ര അങ്കണത്തിൽ കൂടുകയും എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും അഖാഡകളിൽ കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ അഖാഡകളിൽ കൂടുമ്പോഴും ഹെഡ്ഗേവാറിനും പിന്നീട് വന്ന ഗോൾവാൾക്കറിനുമുള്ള ഒരു വലിയ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, ഈ ഹെഡ്ഗേവാറിൻ്റെ ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു തുളു ബ്രാഹ്മണാണ്. ഗോൾവാൾക്കറിനെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എഗെയിൻ ബ്രാഹ്മണാണ്. സവാർക്കറിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്രാഹ്മണാണ്. ഈ RSSൻ്റെ ലീഡർഷിപ്പ് നമ്മളിങ്ങനെ അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ പല പല സ്ഥലത്തുള്ള ബ്രാഹ്മൺ കമ്മ്യൂണിറ്റീസ് ഒരുമിച്ച് വന്ന് അതിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്ത പോലെ നമുക്ക് തോന്നും. അപ്പം ഇവർക്കെല്ലാം ഉള്ള ഒരു ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ, ഇതിനകത്ത് അവർ ലോവർ കാസ്റ്റ് എന്ന് വിചാരിക്കുന്ന, നമ്മൾ ഒപ്രസ്ഡ് കാസ്റ്റ് എന്ന് വിളിക്കുന്ന മനുഷ്യരെ കൂട്ടാവോ, ഈ അഖാഡയിൽ കൂട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷനകത്ത് കൂട്ടാൻ പറ്റുമോ? നമ്മൾ ഈ 1925 തൊട്ട് 1930 വരെ നമ്മൾ RSSനെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഉള്ളതുപോലെ തന്നെ ആ ഒരു സമയത്തും ഇതൊരു സാംസ്കാരികമായിട്ടുള്ള ഓർഗനൈസേഷൻ മാത്രമാണോ, അതോ ഇത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ഇത് മാറണോ, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായിട്ട്, മേ ബി പൊളിറ്റിക്കൽ പാർട്ടി അല്ല പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായിട്ട് ഇത് മാറണോ എന്നുള്ള ചർച്ചകൾ ഇൻറ്റേർണലിയും എക്സ്റ്റേർണലിയും RSSനെ കുറിച്ച് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഹെഡ്ഗേവാർ ആ ഒരു സമയത്ത് വളരെ വളരെ ഷ്രൂഡായിട്ടുള്ളൊരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട് കോൺഗ്രസ്സിനുമായിട്ട് ആ ഒരു സമയത്ത് ഒരു മേജർ പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ കാസ്റ്റ് ഹിന്ദുസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് കോൺഗ്രസ് നിൽക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം ഈ RSSൽ പ്രവർത്തിക്കുന്ന പലവരും കോൺഗ്രസിൻ്റെ പല കമ്മിറ്റീസിൽ മേജർ ലീഡേഴ്സ് ആയിട്ടിരിക്കുന്നവർ കോൺഗ്രസിൻ്റെ പല കമ്മിറ്റീസിൽ വർക്ക് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനായിട്ട് ഇത് മാറുകയാണെങ്കിൽ കോൺഗ്രസും RSSും ഹെഡ് ടു ഹെഡ് വരികയും അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഇപ്പോൾ പൊളിറ്റിക്സിലേക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായിട്ട് ഇത് മാറണ്ട എന്നുള്ള രീതിയിലാണ് ഹെഡ്ഗേവാർ ഒരു തീരുമാനം എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളിലും എഴുത്തുകളിലും പിന്നീട് ആക്ച്വലി ഗോൾവാൾക്കറിൻ്റെ പ്രസംഗങ്ങളിൽ ഇത് കാണാൻ പറ്റും. അപ്പം ഇത് പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായി മാറണ്ട എന്നുള്ളതിൻ്റെ ഉദ്ദേശം പൊളിറ്റിക്കൽ പാർട്ടി ബേസ്ഡ് ഒരു ഓർഗനൈസേഷനായി മാറണ്ടെന്നേ ഉള്ളൂ. നിരന്തരമായി സംസ്കാരത്തിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് വഴി പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിങ്ങിന് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ നയരൂപീകരണത്തിന് ഇമ്പാക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങൾ മുമ്പോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തെ കാലഘട്ടങ്ങളിൽ തന്നെ ഇതിന് വലിയൊരു ഫോളോയിങ് കിട്ടുകയാണ്. പർട്ടിക്കുലർലി 1922 നോൺ കോപ്പറേഷൻ ചൗരി ചൗര ഇൻസിഡൻറ്റ് കഴിഞ്ഞ് വിഡ്രോ ചെയ്യുകയാണ്. അതിനൊരു വയലൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവിച്ച ഒരു പ്രശ്നമായിട്ട് കാണുന്നത് വലിയൊരു കൂട്ടം മൊബിലൈസ്ഡ് ആകപ്പെട്ടു. ഒരുപാട് ആൾക്കാർ ആദ്യമായിട്ട് ദേശീയത എന്നുള്ളൊരു ഐഡിയയിലേക്ക്, നമ്മൾ ഓർക്കണം, ഇന്ന് നമുക്ക് അറിയാവുന്ന ഒരു പേട്രിയോട്ടിസം അല്ല അന്ന് മനുഷ്യർക്കൊക്കെ പേട്രിയോട്ടിസം എന്താണെന്ന് മനസ്സിലായി വരുന്നതേ ഉള്ളൂ. പൊളിറ്റിക്സ് എന്താണ്, ഡെമോക്രസി എന്താണ് എന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി വരുന്ന ഒരു കാലഘട്ടമാണ് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ. അപ്പം ആൾക്കാർക്ക് പല തെറ്റിദ്ധാരണകളും നാഷണലിസത്തിനെ കുറിച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാകാൻ പറ്റും, ഡെമോക്രസിയെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു കാലഘട്ടമാണ്. ആ മാസ് മൊബിലൈസേഷൻ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ ഒരു മാസ് മൊബിലൈസേഷൻ മൂവ്മെൻറ്റിലൂടെ ഇന്ത്യ കടന്നു പൊയ്ക്കൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ പെട്ടെന്ന് വളരെ ഫുൾ ടെമ്പോയിൽ നിന്നൊരു മൂവ്മെൻറ്റിന് സഡൻ ബ്രേക്ക് ഇടുന്നത് പോലത്തെ ഒരു കാര്യമാണ് ചൗരി ചൗര ഇൻസിഡൻറ്റ് കഴിഞ്ഞപ്പോൾ ഗാന്ധി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിന് പിൻവലിക്കുന്നത്. ഇതിൽ ഏറ്റവും ഉപകാരമുണ്ടാകുന്നത് RSSനാണെന്നുള്ളൊരു വായന നമുക്ക് ചരിത്രപരമായിട്ട് നോക്കിയാൽ ചിലപ്പോൾ ശരിയാണെന്ന് തോന്നുന്നു. കാരണം ഈ മൊബിലൈസ്ഡ് ആയപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അവരിൽ പലവരും വളരെ ആക്റ്റീവായിട്ട് പൊളിറ്റിക്സിൽ നിൽക്കുന്നതും അവർക്ക് കുറച്ച് വയലൻസിനോട് പ്രിയമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം
എന്നുള്ളതിനോട് അങ്ങനെ റെഡി ആയിട്ടിരിക്കുന്ന ഒരു മോബ് പെട്ടെന്ന് ആ മൂവ്മെൻറ്റ് നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു ദിശാബോധമില്ലായ്മ വരികയാണ്. അവരിൽ പലവരെയും RSSലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ RSSന് വളരെ സക്സസ്ഫുൾ ആയിട്ട് പറ്റുകയാണ്. അങ്ങനെ 1928 ഒക്കെ ആകുന്ന സമയത്ത് തന്നെ 22ഓളം ശാഖകൾ നാഗ്പൂരിൽ മാത്രം, ബാക്കിയുള്ള സ്ഥലത്തും ഉണ്ട്, നാഗ്പൂരിൽ മാത്രം 22ഓളം ശാഖകൾ RSSന് ഉണ്ടാകുകയും ഇൻഫാക്ട് ബൈ 1935 77,000 മെമ്പേഴ്സ്, അതായത് കൃത്യമായിട്ട് അതിൻ്റെ വരിസംഖ്യ കൊടുക്കുന്ന മെമ്പേഴ്സ്. അതും RSSൽ ആ സമയത്ത് കയറാൻ ഇന്നത്തെ പോലെയല്ല, വളരെ ഡിഫിക്കൽട്ടാണ്. ഹെഡ്ഗേവാർ പേഴ്സണലിയോ അല്ലെങ്കിൽ ഹെഡ്ഗേവാറിൻ്റെ അനുയായികളോടോ മിനിമം 4 ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയുകയും വേറെ 2 RSSൽ തന്നെ ഉള്ള 2 പേരെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചാൽ, ഇപ്പം നമ്മൾ മറ്റേ ബാങ്കിലൊക്കെ അക്കൗണ്ട് എടുക്കണമെങ്കിൽ അറ്റസ്റ്റ് ചെയ്യിപ്പിക്കില്ലേ, അതുപോലെ അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചാൽ മാത്രമേ RSSന് മെമ്പർ അന്നാകാൻ പറ്റുള്ളൂ. പിന്നീട് അവരുടെ സ്ട്രാറ്റജിയൊക്കെ മാറി. അങ്ങനെ മെമ്പർഷിപ്പ് എടുത്ത 77,000 ആൾക്കാർ ബൈ 1935 RSSന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ആ ഒരു സമയത്തെ പൊളിറ്റിക്സിൽ RSSന് ഉണ്ടായിരുന്ന ഒരു ഇൻഫ്ലുവൻസിൻ്റെ ഒരു സൂചന കൂടെയാണ്. ഇത് നമ്മൾ പറയുമ്പോഴും 1930s ഒരു എഗെയിൻ ഈ 1920s പോലെ തന്നെ 1930s വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ചരിത്രഘട്ടമാണ് ഇന്ത്യൻ ചരിത്രത്തിൽ. കാരണം ഈ ഒരു സമയത്താണ് ഇന്ത്യക്കാർക്ക് മനസ്സിലാകാണ് വേൾഡ് മുഴുവൻ ഒരു വാറിൻ്റെ, സെക്കൻഡ് വേൾഡ് വാറിലോൻ്റെ ഒരു റണ്ണപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ 1935 കഴിയുന്ന ഒരു സമയത്ത് നമ്മൾ ഹെഡ്ഗേവാറിൻ്റെ റൈറ്റിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ രസകരമായിട്ടൊരു കാര്യം കാണാൻ പറ്റും. അന്ന് വരെ നാഷണലിസം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ പിന്നീട് നമുക്ക് ബ്രിട്ടീഷുകാരെ വലിയ രീതിയിൽ അവരുടെ റാത്ത് നമ്മുടെ പുറത്ത് വരരുത്, അല്ലെങ്കിൽ അവരുടെ ദേഷ്യം നമ്മുടെ പുറത്ത് വരില്ല, ദേഷ്യം പോലെ അവരുടെ ശ്രദ്ധ പോലും നമ്മുടെ പുറത്ത് വരാതിരിക്കാൻ വേണ്ടി യാതൊരു വിധത്തിലുള്ള ആൻറ്റി ബ്രിട്ടീഷ് ആക്ടിവിറ്റിയിലും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിലും RSS പങ്കെടുക്കരുത് എന്ന് വളരെ കൃത്യമായിട്ട് ക്ലാരിറ്റിയോടെ, അതിൽ നമുക്ക് ഒരു ഡൗട്ടും ആവശ്യമില്ല. അങ്ങനെ തന്നെയുള്ള പ്രസംഗങ്ങളും അങ്ങനെ തന്നെയുള്ള പാംഫ്ലെറ്റ്സും ആ ഒരു സമയത്ത് ഹെഡ്ഗേവാർ തന്നെ എഴുതുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അവരുടെ പല മുഖപത്രങ്ങളിലൂടെയും ഇത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സമയത്ത് തന്നെയാണ് എനർജി മുഴുവനും ഇനി വരാൻ പോകുന്ന, അവർ വിചാരിച്ചിരുന്നത് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ ഉടനെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും. അപ്പം ഈ ഒരു വാർ കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇനി ഒരു ഇൻറ്റേർണൽ ആയിട്ടൊരു വലിയ വാർ ഉണ്ടാകും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, പാർട്ടീഷൻ റൈറ്റ്സ് ഒന്നും നടന്നിട്ടില്ല, ഡയറക്റ്റ് ആക്ഷൻ ഡേ നടന്നിട്ടില്ല, പാകിസ്ഥാന് വേണ്ടിയുള്ള ഡിമാൻഡ് വളരെ ചെറിയ തോതിൽ മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ ആ ഒരു സമയത്തെ RSS ഇത് എൻവിസാജ് ചെയ്യുന്നുണ്ട്. കാരണം മിലിറ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഇവിടെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് തന്നെയാണ് ഈ ഒരു സിദ്ധാന്തം മുമ്പോട്ട് വെച്ച് തന്നെയാണ് അവർ പോകുന്നത്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ മുസ്ലിം റെപ്രസെൻറ്റേഷൻ ഗവൺമെൻറ് കൗൺസിലുകളിലും എഡ്യൂക്കേഷനിലും കൂടാനുള്ള സാധ്യത മനസ്സിലാക്കി ഇനി വരാൻ പോകുന്ന സ്റ്റേറ്റ് ഒന്ന് അവർക്ക് വലിയ പേടിയെന്ന് പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റുകൾക്ക് ആധിപത്യമുള്ള ഒരു സ്റ്റേറ്റ് ആയിരിക്കുമോ എന്നുള്ള വലിയ ഉത്കണ്ഠ ഇവരുടെ റൈറ്റിങ്സിൽ ആ സമയത്ത് കാണാൻ പറ്റും. 2, മുസ്ലിങ്ങൾക്ക് ഓവർ റെപ്രസെൻറ്റേഷൻ ഉള്ള ഒരു സ്റ്റേറ്റ് ആയിരിക്കുമോ എന്ന ഉത്കണ്ഠ കാണാൻ പറ്റും. അതുകൊണ്ട് അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ വലിയൊരു ഇൻറ്റേർണൽ വാർ നടക്കും. ആ വാറിലേക്ക് വേണം നമ്മുടെ ശ്രദ്ധ മുഴുവൻ തിരിക്കാൻ. നമ്മൾ ഈ ബ്രിട്ടീഷുകാരോട് ഫൈറ്റ് ചെയ്ത് നമ്മുടെ എനർജി കളയരുത് എന്നുള്ള പിന്നീടുള്ള ഗോൾവാൾക്കറുടെയും സവർക്കറുടെ റൈറ്റിങ്സിൽ നമുക്ക് കാണാൻ പറ്റും. ബട്ട് അതിന് എത്രയോ നാളുകൾ മുമ്പേ തന്നെ ലേറ്റ് 1920s ഏർലി 1930s റൈറ്റിങ്സിൽ തന്നെ ഇത് നമുക്ക്, അതായത് ബ്രിട്ടീഷ് വിരുദ്ധത RSSന് ആവശ്യമില്ല, ബ്രിട്ടീഷുകാരുടെ പ്രീതി പിടിച്ചു പറ്റി ഓർഗനൈസേഷൻ വലുതാക്കുക, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ നമ്മുടെ പുറത്ത് വീഴുകയാണെങ്കിൽ നമ്മുടെ അതായത് RSSൻ്റെ ആക്ടിവിറ്റീസിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അത് അവോയ്ഡ് ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ 1943 ഈ ബ്രിട്ടീഷ് റിപ്പോർട്ട്
ബ്രിട്ടീഷ് കോംപ്രിഹെൻസീവ് റിപ്പോർട്ടാണ് RSS നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് കാഴ്ചയിൽ ഇത്രയും നല്ല കുട്ടിയായിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അവർ പറയുന്നുണ്ട് വളരെ ഡിസിപ്ലിനുള്ള എന്താണ് അവരത് കമ്പയർ ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഖസ്കർസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ഓർഗനൈസേഷൻ ഉണ്ട് ഹിദായത്തുള്ളയുടെ കീഴിൽ. ഈ ഖസ്കേഴ്സിനെ പോലെ ഇങ്ങനെ റൗഡി ആയിട്ടുള്ള മനുഷ്യരല്ല, അൺറൂളി ആയിട്ടുള്ള മനുഷ്യരല്ല. RSSകാരെല്ലാം വളരെ ഡിസിപ്ലിനോടെ മുമ്പോട്ട് പോവുകയും ആ ഡിസിപ്ലിൻ അവർ ബ്രിട്ടീഷ് ഭരണത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ള ബ്രിട്ടീഷ് റിപ്പോർട്ട് നമുക്ക് RSSനെ കുറിച്ച് കാണാൻ പറ്റും. അപ്പം അത്രയും അധികം അവർ ഈ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ നിന്ന് മാറി നിന്നു. 1943 എന്നുള്ള കാലഘട്ടവും നിങ്ങൾ ആലോചിക്കണം. ഏറ്റവും 1942 തൊട്ട് മാസ് മൊബിലൈസേഷൻ മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും പീക്ക് നിൽക്കുന്ന സമയമാണ്. ഗാന്ധിജി കരോ യാ മറോ ഒക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഇത്രയും വലിയൊരു ക്ലീൻ ചിറ്റ് ബ്രിട്ടീഷുകാർ RSSന് കൊടുത്തതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ നാഷണൽ മൂവ്മെൻറ്റിൽ എത്രത്തോളം RSSന് പങ്കുണ്ടായിരുന്നു എന്നുള്ളത്. നമ്മൾ ബാക്ക് ടു സെക്കൻഡ് വേൾഡ് വാർ പീരീഡ്, ഈ ഒരു സമയത്താണ് ഹെഡ്ഗേ വാറിൽ നിന്ന് ഗോൾവാൾക്കറിലേക്ക് RSSൻ്റെ ലീഡർഷിപ്പ് മാറുന്നത്. ഗോൾവാൾക്കറിലേക്ക് മാറുമ്പോഴാണ് ഈ കൾച്ചർ എന്നുള്ള കാര്യത്തിന് പൂർണ്ണമായിട്ടും ഹിന്ദു കൾച്ചർ എന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെടേണ്ടതിൻ്റെ ഒരാവശ്യം ഗോൾവാൾക്കർ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലും അദ്ദേഹം എപ്പം ഇവർക്ക് ആ ഒരു സമയത്ത് ഓഫീസേഴ്സ് ക്യാമ്പ്സ് ഉണ്ട്. 3 ലെവലിലുള്ള ക്യാമ്പുകൾ RSS നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും 1930s തൊട്ട്. ആദ്യം ഒരു ബേസ് ലെവൽ ക്യാമ്പ്, അതായത് ഈ അഖാഡാസിനെ കൂട്ടിവെച്ച് ഒരു ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ അഖാഡാസിനെ ആൾക്കാരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു ബേസ് ലെവൽ ക്യാമ്പ് നടത്തും. പിന്നെ ഓഫീസേഴ്സ് ക്യാമ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന RSSൻ്റെ ഓഫീസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ക്യാമ്പ്, പിന്നെ ഏതെങ്കിലും ഒരു ടെമ്പിൾ ടൗണോ ഒരു ക്യാപിറ്റൽ നടത്തും. പിന്നെ ഒരു 3rd ലെവൽ ക്യാമ്പ് നാഗ്പൂരിൽ നടത്തും. എല്ലാ വർഷവും ഈ 3 ലെവൽ ക്യാമ്പുകളും നടത്തുന്നുണ്ട്. അവിടെ എല്ലാം തന്നെ ഇവർ ഈ മുമ്പോട്ട് വെക്കുന്ന ഐഡിയോളജി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് കൾച്ചർ എന്നുള്ളതൊരു ഹിന്ദു കൾച്ചറാണ്. ഇന്ത്യയെ നിലനിർത്തണമെങ്കിൽ ഈ ഹിന്ദു കൾച്ചറിനെ പ്രിസർവ് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗോൾവാൾക്കറിൻ്റെ ഒരു വലിയ ഒരു കോട്ട് ആൻഡ് കോട്ട് സംഭാവന എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ജിയോ പൊളിറ്റിക്സിനെ ഈ ഹിന്ദുത്വ ഐഡിയോളജിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഗോൾവാൾക്കറാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം വളരെ കൃത്യമായിട്ട് ഇന്ത്യ എന്താണ്, അഖണ്ഡ് ഭാരത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെയൊക്കെ വളരെ കൃത്യമായിട്ട് വരച്ച് വെക്കുന്നത് ഗോൾവാൾക്കറിൻ്റെ റൈറ്റിങ്സിലും സ്പീച്ചസിലും ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ പഞ്ചാബ് പോലുള്ള ഒരു റീജിയൻ എന്തുകൊണ്ടാണ് ഇത്ര സിഗ്നിഫിക്കൻ്റ് ആകുന്നത് എന്ന് ഗോൾവാൾക്കർ പറയുന്നുണ്ട്. കാരണം ഇവിടെ നിന്നാണ് ആര്യന്മാരുണ്ടായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹാർട്ട് ലാൻഡാണ്. ഇവിടെ നിന്നാണ് ലോകത്തിലുള്ള എല്ലാ സംസ്കാരങ്ങളും ഉണ്ടായത്. അതുകൊണ്ട് ഈ ഹാർട്ട് ലാൻഡ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇതിൽ ഇൻറ്റേർണൽ കോൺട്രഡിക്ഷൻസ് വേണമെങ്കിൽ ഇതിനോട് ചേർത്ത് പറയാൻ പറ്റും. സവർക്കർ പലപ്പോഴും സിന്ധാണ് ആര്യന്മാരുടെ ജന്മഭൂമി എന്ന് പറയുന്നത്. തിലക് ആർട്ടിക് പോളിൻ്റെ അടുത്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരിൽ തന്നെ ഇങ്ങനെ കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ഇതൊന്നും ഒരു വളരെ വലിയ മോണോലിത്തിക് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ എപ്പോഴും ഒരേ ഐഡിയോളജി ഉണ്ടായിരുന്ന ഒരേ രീതിക്ക് പ്രവർത്തിച്ച ഇൻറ്റേർണലി ഒരു കോൺട്രഡിക്ഷൻസും ഇല്ലാത്ത ഒരു ഓർഗനൈസേഷനൊന്നും അല്ല RSSനകത്ത് തന്നെ വലിയ കോൺട്രഡിക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. പർട്ടിക്കുലർലി ഐഡിയോളജിക്കൽ ലെവലിൽ കാണാൻ പറ്റുന്നതാണ്. അതിൽ ഒരു കോൺട്രഡിക്ഷനാണ് ഈ ആര്യൻ ഹാർട്ട്ലാൻഡ് എവിടെയാണ് എന്നുള്ളൊരു കോൺട്രഡിക്ഷൻ. മറ്റൊരു കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് ഹൂ ഈസ് ഫോറിൻ, ആരാണ് ഫോറിനർ എന്നുള്ള കോൺട്രഡിക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തെ ഒരു സമയത്ത് ബ്രിട്ടീഷുകാരെയും അതേപോലെ തന്നെ മുസ്ലിംസിനെയും ഡൽഹി സുൽത്താനേറ്റ് തൊട്ടുള്ള മുസ്ലിം അവരുടെ ഭാഷയിൽ ഇൻവേഡേഴ്സിനെയുമാണ് ഇവർ ഫോറിനർ എന്ന് പറയുന്നത്. പിന്നെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ബ്രിട്ടീഷിനെ ഫോറിൻ എന്നുള്ളൊരു ഐഡിയ ഇവർ പറയുന്നത് കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. മുസ്ലിം ഇൻവേഷൻ ആണ് ഇവിടെയുള്ള ഹിന്ദു മതത്തിൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ എന്തുകൊണ്ടാണ് ഹിന്ദു പുരുഷന്മാരിങ്ങനെ കവേർഡ്സ് ആയിട്ട് പോയത് എന്നുള്ളതിൻ്റെ ആൻസർ ഇവർ കണ്ടെത്തുന്നത് ഈ മുസ്ലിം ഇൻവേഷൻസ് കാരണമാണ്. നാടിൻ്റെ പ്യൂരിറ്റി എങ്ങനെയാണ് പോയത്, ഈ മുസ്ലിം ഇൻവേഷൻസ് കാരണമാണ്. അപ്പോൾ എല്ലാത്തിനും ഒരു റീസണായിട്ട് ഇപ്പം നമ്മൾ പലപ്പോഴും നെഹ്റുവിൻ്റെ തോളിൽ എല്ലാ പ്രശ്നങ്ങളും ചാർത്തുന്നത് പോലെ അന്ന്
എല്ലാ പ്രശ്നങ്ങളും ചർച്ചപ്പെട്ടിരുന്നത്. അതും മുസ്ലിം ഇൻവേഷൻസ് ഇവർ ഉദ്ദേശിക്കുന്നത് മേജർ ഫോക്കസ് വരുന്നത് മുഗളന്മാരുടെ മേളിൽ തന്നെയാണ്. ബട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് പ്ലസ് മുസ്ലിം ഇൻവേഡേഴ്സ് ആയിരുന്നു. പിന്നീട് ഗോൾവാൾക്കറുടെ സമയത്ത് അത് മുസ്ലിമായി. ഗോൾവാൾക്കർ തന്നെ പിന്നീടുള്ള കാലഘട്ടത്തിൽ, അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ അത് മുസ്ലിംസ് പ്ലസ് കമ്മ്യൂണിസ്റ്റ് ആകുന്നുണ്ട്. കാരണം നെഹ്റുവിന് ഗോൾവാൾക്കർ കത്തെഴുതുന്ന സമയത്ത് ഈ RSSനെ ബാൻ ചെയ്തിരുന്നൊരു സമയം, ഗാന്ധി അസാസിനേഷൻ കഴിഞ്ഞിട്ട് ബാൻ ചെയ്തിരുന്ന സമയത്ത് ഗോൾവാൾക്കർ നെഹ്റുവിന് കത്തെഴുതുന്നപ്പോൾ പറയുന്നത്, ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് വളർച്ച കാരണം നമ്മുടെ സംസ്കാര ശോഷിച്ചു പോകുന്നു. ആ സംസ്കാര ശോഷണത്തിനെതിരായിട്ട് ഉള്ള ഏറ്റവും വലിയ ബാരിയറായിട്ട് RSSന് നിൽക്കാൻ കഴിയും. അതുകൊണ്ട് RSSന്റെ മേലുള്ള ബാൻ എടുത്ത് കളയണം എന്ന് അദ്ദേഹത്തിൻ്റെ ആ കത്തിൻ്റെ ചില വരികളിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് എനിമി, ആരാണ് കൾച്ചറിന് എതിരെ നിൽക്കുന്നത് എന്നുള്ളതിലും പലപ്പോഴും ഫണ്ടമെൻ്റൽ കൺഫ്യൂഷൻ നമുക്ക് ഈ RSS ഐഡിയോളജിക്കകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ RSSനകത്തുള്ള എൻറോൾമെൻറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 1935 ഒക്കെ ആകുമ്പോൾ കൂടി വരികയാണ്. 1940s കഴിയുമ്പോൾ, അതായത് ഹിന്ദു മഹാജന സഭ ഒരു വലിയ ഫോഴ്സായിട്ട് വരികയാണ്. വലിയ ഫോഴ്സായിട്ട് വരികയാണെന്ന് പറയുമ്പോഴും അവിടെ നമ്മൾ ഓർക്കേണ്ടത് ഈ ഹിന്ദു മഹാസഭയ്ക്കകത്തും സവർക്കറിൻ്റെ ലീഡർഷിപ്പിനകത്ത് പർട്ടിക്കുലർലി ഇതൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആകണോ എന്നുള്ള, അതായത് ഹിന്ദു മഹാസഭ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആകണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് കാണാം. ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് വരുന്ന നാസിക് കോൺസ്പിറസി കഴിഞ്ഞിട്ട് സവർക്കറിനെ ആൻഡമാൻ ജയിലിലിടുകയാണ്. അപ്പോൾ സവർക്കർ തിരിച്ചു വരുന്നത്, മാപ്പ് പറഞ്ഞ് തിരിച്ചു വരുന്നത്, ഞാൻ ഇനിയൊരു പൊളിറ്റിക്കൽ മൊബിലൈസേഷനിൽ പങ്കാളിയാകില്ലെന്ന് പറഞ്ഞ് തന്നെയാണ് വരുന്നത്. ആ സവർക്കർ ഹിന്ദു മഹാസഭയുടെ തലപ്പത്ത് വരുമ്പോൾ അതൊരു ഓവേർട്ട്ലി പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഡിക്ലെയർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഇന്ത്യയിൽ ആരാണ് ഹിന്ദുസിനെ റെപ്രസെൻ്റ് ചെയ്യുക? കോൺഗ്രസ് ഹിന്ദുസിനെ റെപ്രസെൻ്റ് ചെയ്യുമോ അതോ ഹിന്ദു മഹാസഭ റെപ്രസെൻ്റ് ചെയ്യുമോ? അപ്പോൾ കാസ്റ്റ് ഹിന്ദുസിനെ മാത്രമാണോ ഹിന്ദു മഹാസഭ റെപ്രസെൻ്റ് ചെയ്യുന്നത്? കാരണം എന്താണ്, ആ ഒരു സമയത്ത് അൺടച്ചബിലിറ്റി അസ്പൃശ്യത നിലനിന്നിരുന്നത് കൊണ്ട് തന്നെ കാസ്റ്റ് ഹിന്ദുസിനെ മാത്രമേ കോൺഗ്രസിനാണെങ്കിലും ഹിന്ദു മഹാസഭയ്ക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഉള്ള അവർണരായിട്ടുള്ള ഹിന്ദുസ്, അല്ലെങ്കിൽ പഞ്ചമർ എന്നന്ന് വിളിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഹിന്ദുസിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള അവകാശം നമുക്ക് മാത്രമേ ഉള്ളെന്ന് പറയുന്ന അംബേദ്കറേറ്റ് മൂവ്മെൻറ്റ് നമുക്ക് ആ ഒരു സമയത്ത് കാണാൻ പറ്റും. സോ അന്നുണ്ടായിരുന്ന ഈ പോസ്റ്റ് 1940s ഷിംല കോൺഫറൻസ് ഒക്കെ നടക്കുന്ന ആ ഒരു സമയത്തുള്ള ഇന്ത്യയിൽ തന്നെ, ഇന്ത്യൻ പൊളിറ്റിക്സിൽ തന്നെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രൂസ് ഗ്രഹാം മുമ്പോട്ട് വെക്കുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹെഡിങ് ആണ്, ഹൂ ക്യാൻ റെപ്രസെൻറ്റ് ദ ഹിന്ദുസിനെ ആര് റെപ്രസെൻറ്റ് ചെയ്യും എന്നുള്ളത്. ഇതിൽ ഹിന്ദു മഹാസഭ വളരെ പരിതാപകരമായി തോറ്റുപോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കോൺഗ്രസ് ഹിന്ദുസിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ബ്രിട്ടീഷുകാരും ആ ഒരു സമയത്തുള്ള ഇലക്ട്രൽ വിക്ടറിയിലൂടെ ജനങ്ങളും കോൺഗ്രസിനെയാണ് ആ ഒരു രീതിക്ക് തിരഞ്ഞെടുക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലിയൊരു ഇലക്ട്രൽ വിക്ടറി കോൺഗ്രസിന് കഴിയുമ്പോൾ ഹിന്ദു മഹാസഭയ്ക്ക് ഇറ്റ് ഫീൽസ് അബ്സല്യൂട്ട്ലി ത്രെറ്റൻഡ്. കാരണം ഒന്ന്, അതിൻ്റെ ഇൻഫ്ലുവൻസ്, ഹിന്ദു മഹാസഭ അതിൻ്റെ ഇൻഫ്ലുവൻസ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർ അവരുടെ കൂടെ അല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരികയാണ്. രണ്ട്, വളരെ ഓപ്പണായിട്ട് കോൺഗ്രസുമായിട്ടുള്ളൊരു ഫ്രിക്ഷനിലേക്ക് എത്തിക്കഴിയാണ്. നേരത്തെ ഇപ്പം മദൻ മോഹൻ മാൽവിയയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും, നമ്മൾ ഏർലി ലീഡേഴ്സ് ഓഫ് ഹിന്ദു മഹാസഭ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ പലവരും കോൺഗ്രസ് പാർട്ടിയുമായിട്ട് വളരെ ലാല ലജ്പത് റായുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ വലിയ തോതിൽ കോൺഗ്രസ് പാർട്ടിയുടെ അംഗങ്ങളായിരുന്നവരോ അവരുടെ മേജർ ലീഡേഴ്സ് ആയിരുന്നവരോ, അല്ലെങ്കിൽ ഇപ്പം ഹിന്ദു മഹാസഭയിലും അതേപോലെ തന്നെ കോൺഗ്രസിലും മെമ്പർഷിപ്പ് ഉള്ളവരായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഒരു നെഹ്റു, ഇത് ഞാൻ പറഞ്ഞത് മോത്തിലാൽ നെഹ്റുവിനെ കുറിച്ചാണ്. നെഹ്റുവിൻ്റെ ഒരു അസെൻഡൻസി വരുമ്പോൾ കോൺഗ്രസ് കൂടുതൽ സെക്യുലർ ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുകയും ഗാന്ധി കൂടുതൽ ഹിന്ദു മുസ്ലിം യൂണിറ്റിയെ എംഫസൈസ് ചെയ്ത് പറയുകയും ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പർട്ടിക്കുലർലി
അപ്പർ കാസ്റ്റ് അല്ലെങ്കിൽ ഒപ്രസർ കാസ്റ്റ് ആയിട്ടുള്ള ഇൻ പർട്ടിക്കുലർ ബ്രാഹ്മൺ ഗ്രൂപ്പ്സിന്, ബ്രാഹ്മൺ താക്കൂർ ഗ്രൂപ്പ്സിന് ഗാന്ധിയുടെയോ നെഹ്റുവിൻ്റെയോ ഈ ഒരു നയങ്ങളോട് യോജിക്കാൻ പറ്റാതെ വരുന്നൊരു സമയത്താണ് പലവരും ഈ ഹിന്ദു മഹാസഭയിലേക്ക് പോകുന്നത്. മറ്റൊരു വലിയ ക്വസ്റ്റ്യൻ ഇവർക്ക് അൺടച്ചബിലിറ്റി തന്നെയായിരുന്നു. അത് നമുക്ക് ആ ഒരു സമയത്ത് പല റൈറ്റിങ്സിലും നമുക്ക് കാണാൻ പറ്റും. ഹിന്ദു മഹാസഭയിൽ അകത്തിരുന്ന് തന്നെ ലാലാ ലജ്പത് റായ് പോലുള്ള ആൾക്കാർ അൺടച്ചബിലിറ്റിക്ക് എതിരെ ഹിന്ദു മഹാസഭ ഫൈറ്റ് ചെയ്യണം, കാരണം നമുക്ക് ഹിന്ദു വോട്ട് കൺസോളിഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഹിന്ദുക്കളെ എല്ലാം ഒരുമിച്ച് അണിനിർത്തിയാൽ മാത്രമേ മുസ്ലിങ്ങൾക്കെതിരെ ഒരു ബൾവർക്കാകുകയുള്ളൂ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് കൂടുതൽ റിഫോംസ് ചോദിക്കാൻ വേണ്ടി ഒരു ബാർഗെയിനിങ് പവർ കിട്ടുകയുള്ളൂ എന്നൊക്കെ ഉള്ള വാദങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഹിന്ദു മഹാസഭയിലുള്ള പരമാനന്ദ് പോലുള്ള ലീഡേഴ്സ് തന്നെ ഇല്ല, ഈ പലപ്പോഴും എന്താണ് ഹിന്ദു മഹാസഭ ശാസ്ത്രങ്ങൾക്ക് എതിരെ, ശാസ്ത്രങ്ങൾ എന്ന് അവരുദ്ദേശിക്കുന്ന വേദോപനിഷത സാംസ്കൃതിക് ശാസ്ത്രങ്ങൾക്കെതിരെ പോകുന്നു. കോൺഗ്രസിൽ നിന്ന് തന്നെ നമ്മൾ വിട്ടു നിൽക്കാനുള്ള റീസൺ കോൺഗ്രസ് ശാസ്ത്രങ്ങളെ അനുശാസിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാത്തതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നത്. അപ്പോൾ ഇവിടെയും ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഈ അൺടച്ചബിലിറ്റി ഇവർക്കൊരു വലിയ പ്രശ്നമാണ്, കോൺസ്റ്റൻ്റ്ലി ഒരു പ്രശ്നമാകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ പൊളിറ്റിക്കലി ഹിന്ദു മഹാസഭയ്ക്ക് വോട്ട്സ് ഗ്യാദർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു റീസണായിട്ടും ഇത് വോൾട്ടർ ആൻഡേഴ്സൺ പറയുന്നുണ്ട്. സോ നമ്മൾ ഈ ഹൂ ക്യാൻ റെപ്രസെൻറ്റ് ദ ഹിന്ദുസ് എന്നുള്ള ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മടങ്ങി എത്തുകയാണെങ്കിൽ, ആ ഒരു സമയത്ത് കോൺഗ്രസ്സിന് ഒരു 1935 ഇലക്ഷൻസ് കഴിയുമ്പോൾ ഒരു പരിധി വരെ ഹിന്ദു വോട്ട് ബേസിൻ്റെ പുറത്ത് കോൺഗ്രസ്സിനൊരു അപ്രമാദിത്വം ഹിന്ദു വോട്ട് ബേസിൻ്റെ പുറത്ത് കിട്ടുകയാണ്. അപ്പോൾ ഹിന്ദു മഹാസഭയ്ക്കകത്ത് വീണ്ടും ക്വസ്റ്റ്യൻസ് വരികയാണ്. ഓക്കെ, എന്നാൽ നമുക്ക് കൾച്ചറിലേക്ക് തിരിയണോ, ഈ പൊളിറ്റിക്കൽ പ്രൊജക്ട്സിന് ഒരു ഇൻ്ററിം സമയത്തേക്ക് മാറ്റി വെക്കണമെന്നുള്ള ഇത് RSSൻ്റെ ഹിസ്റ്ററിയിൽ സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം RSS കൾച്ചർ അതിൻ്റെ മേഖലയായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. RSS ലീഡേഴ്സ് നോക്കുമ്പോഴത്തേക്ക് ഹിന്ദു മഹാജന സഭ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്, ഞങ്ങളൊരു കൾച്ചറൽ ഓർഗനൈസേഷനാണ്. ഈ RSSൻ്റെ പലവരും ഹിന്ദു മഹാജന സഭയിലും പലവരും RSSൻ്റെ മെമ്പേഴ്സാണ്. ഇൻഫാക്ട് ഈ ഹിന്ദു മഹാജന സഭയിൽ നിന്ന് തന്നെ ഏറ്റവും ഫണ്ടമെൻ്റലിസ്റ്റ് ആയിട്ട് റാഡിക്കലായിട്ട് ചിന്തിക്കുന്നവരാണ് പലപ്പോഴും RSSൻ്റെയും കൂടെ മെമ്പേഴ്സായിട്ടിരിക്കുന്നത്. ഇൻഫാക്ട് ഹെഡ്ഗേവാറിൻ്റെ സമയത്ത് തന്നെ ഈ RSSൻ്റെ ഐഡിയോളജി പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവർ റൂറൽ ഏരിയാസിലേക്ക് പോകുമ്പോൾ അവിടെ കൃത്യമായിട്ട് ഇവരുടെ ഒരു ലെറ്ററിൽ ഇവർ പറയുന്നുണ്ട്, നിങ്ങളൊരു ഹിന്ദു മഹാസഭയുടെ ആളുടെ വീട്ടിൽ താമസിക്കുകയും അവരുടെ യോഗങ്ങളിൽ പങ്കെടുക്കുകയും അവരുടെ ആൾക്കാരോട് നമ്മുടെ ഐഡിയോളജി പറയുകയും ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈ ഹിന്ദു മഹാസഭയും RSS തമ്മിലൊരു ക്രോസ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഈ ഒരു 1930s to maybe 1947 വരെയും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ബട്ട് പോസ്റ്റ് 1945 സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ ഒരു കാലഘട്ടം ഇന്ത്യയിൽ ഏറ്റവും അധികം കമ്മ്യൂണലിസം തല ഉയർത്തുന്നൊരു കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് പല രീതിയിൽ നമ്മൾ വീണ്ടും RSS തന്നെ കൾച്ചറൽ ഓർഗനൈസേഷനാണെന്ന് റീട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് RSSൻ്റെ പ്രവൃത്തികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിൽ ആൾക്കാരെ മിലിറ്ററൈസ് ചെയ്ത് അഗ്രസീവായിട്ട് കൾച്ചറലി പാർട്ടീഷൻ റൈറ്റ്സിന് വേണ്ടി ഒരുക്കിയതാരാണ് എന്ന് ചോദിച്ചാൽ അതിൽ വലിയൊരു പങ്ക് വഹിച്ചത് RSS ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനുള്ള ഹിസ്റ്റോറിക്കൽ എവിഡൻസുമുണ്ട്. കാരണം അവർ നേരത്തെ പറഞ്ഞതുപോലെ 1920s തൊട്ട് അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു വലിയ റയറ്റ് ഉണ്ടാകും എന്ന്. അവരത് പാർട്ടീഷൻ മേ ബി അവർ എൻവിസാജ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, കാരണം അവർ അഖണ്ഡ ഭാരത് എന്നുള്ള ഐഡിയയിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷെ ഒരു വലിയ വാർ മുസ്ലിംസും ഹിന്ദുസും തമ്മിൽ ഉണ്ടാകും, അപ്പോൾ നമ്മൾ റെഡി ആയിട്ടിരിക്കണം എന്നുള്ള രീതിയിൽ 20 വർഷത്തോളം. അപ്പോൾ എത്ര ജനറേഷൻ ഉണ്ടായിരിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ 14 വയസ്സോട്ടുള്ള കുട്ടികളെയാണ് ഇവർ മിലിറ്ററൈസ് ചെയ്യുന്നതും റാഡിക്കലൈസ് ചെയ്യുന്നതും. അപ്പോൾ എത്ര ജനറേഷൻസ് ഓഫ് യങ് മെന്നിനെ ഇവർ മിലിറ്ററൈസ് ചെയ്ത് കാണുമെന്ന് ആലോചിക്കണം ബൈ ദ ടൈം വി റീച്ച് 1947. സോ അവിടെയാണ് നമുക്കിതിനൊരു കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് മാത്രം വിളിക്കാൻ പറ്റുമോ? കാരണം അതിനൊരു വളരെ കൃത്യമായിട്ടുള്ളൊരു മിലിറ്ററി വിങ് വിച്ച് വാസ് ബാൻഡ് ബൈ ദ വേ.
വിച്ച് ഇസ് ബാൻ മൾട്ടിപ്പിൾ ടൈംസ് ആൻഡ് എവറി ടൈം ആ ഒരു ബാൻ വരുമ്പോഴത്തേക്ക് ആ ബാൻ മാറ്റാൻ വേണ്ടി വീണ്ടും ഇവർ പറയുന്ന വാദമാണ് ഞങ്ങൾ കൾച്ചറൽ ഓർഗനൈസേഷൻ മാത്രമാണെന്ന്. പക്ഷേ ഇന്നും നമ്മൾ ആൽഫ ഹെറ്റബലിൻ്റെ ഒക്കെ അദ്ദേഹം ഈ RSSനെ കുറിച്ച് വർക്ക് ചെയ്യുന്ന സ്കോളറല്ല, അദ്ദേഹം ഹനുമാനെ കുറിച്ച് വർക്ക് ചെയ്യുന്ന സ്കോളറാണ്, മൈത്തോളജിസ്റ്റാണ് ബേസിക്കലി. അദ്ദേഹത്തിന് ഹനുമാനെ കുറിച്ചുള്ള വർക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അഖാഡാസിൽ ഇന്നും അദ്ദേഹം 1950 തൊട്ട് 2000s വരെയുള്ള എങ്ങനെയാണ് ഹനുമാൻ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള DT ആയിട്ട് മാറുന്നതെന്നുള്ള ഒരു പഠനമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പം അദ്ദേഹം നോക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്ന ഹനുമാൻ എന്ന് പറഞ്ഞാൽ നെഞ്ച് പിളർന്ന് രാമനെ അതിനകത്ത് കാണിക്കുന്ന ഹനുമാൻ, അല്ലെങ്കിൽ മിക്ക ഹനുമാൻ്റെ മൂർത്തികളും നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ, നിങ്ങൾക്ക് വിഷമാകരുത് ബട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് ലങ്കൂർ മങ്കിയുടെ ആ ഒരു ഫീച്ചേഴ്സ് ഉള്ള ഹനുമാനെയാണ് നമ്മൾ മിക്ക അമ്പലത്തിലും കാണുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഭയങ്കര ഹ്യൂമൻ ഫീച്ചേഴ്സ് ഉള്ള ഹനുമാനെ വളരെ ലേറ്റായിട്ടാണ് നമ്മുടെ ഒരു വിഷ്വൽ ഇമാജിനേഷനിൽ വരുന്നത്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ ഇത് നോക്കിക്കോളൂ. അപ്പം ഈ ഒരു പോസ്റ്റ് 1960s 70s ആണ് പലപ്പോഴും ഈ അഖാഡയുടെ ദൈവമായിട്ട് ഹനുമാനെ പല സ്ഥലത്തും കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്തും ഇങ്ങനെ അഗ്രസീവ് ഹനുമാൻ വരുന്നില്ല. പിന്നീട് ഈ 1960s 70s നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന RSS പ്രസൻസ് ഈ അഖാഡയിൽ വളരെ വലിയ രീതിയിൽ വർദ്ധിക്കുകയും ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇന്ത്യൻ പൊളിറ്റിക്സിൽ എന്താണ് നടക്കുന്നത് നമ്മൾ ഓർക്കണം, ജനസംഘിൻ്റെ ഒരു മൂവ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്. ബൈ ദ ടൈം 1970s എത്തിക്കഴിയുമ്പോൾ ഈ ഹനുമാൻ്റെ കയ്യിൽ ഗദയുള്ള രൂപങ്ങൾ പ്രത്യക്ഷമാകുകയാണ്. ഈ ഗദ അഖാഡയിൽ യൂസ് ചെയ്യുന്ന ഗദയുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഗദയാണ്. ഇതിനു മുമ്പ് ഐക്കണോഗ്രഫിക്കലി ഭീമസേനൻ്റെ കയ്യിലാണ് മിക്കവാറും ഗദ കാണുന്നത്. ഹനുമാന്റെ കയ്യിൽ ഗദ എവിടെ നിന്ന് വന്നു, ഇത് രാമായണത്തിൽ ഈ ഗദയുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അറ്റ് ദ സെയിം ടൈം ഹനുമാൻ ഇങ്ങനെ രുദ്ര ഹനുമാനായിട്ട് ഹനുമാൻ പരിണമിക്കുന്നത് ഈ RSSൻ്റെ അഖാഡ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഹനുമാൻ എന്ന് പറയുന്ന ഗാർഡിയൻ ഡിയറ്റിയെ മിലിറ്ററൈസ് ചെയ്തതിൻ്റെ റിസൾട്ടായിട്ടാണെന്ന്. ഇത് ഈ RSSൻ്റെ മൂവ്മെൻറ്റ് ഒന്നും പഠിക്കാത്ത ഐക്കണോഗ്രഫിയെ പഠിക്കുന്ന ഒരു സ്കോളറാണ് ഇത് മുമ്പോട്ട് ഈ ഒരു ആർഗ്യുമെൻ്റ് മുമ്പോട്ട് വെക്കുന്നതെന്നും കൂടെ നമ്മൾ ഓർക്കുമ്പോൾ എത്ര പ്രഗ്നൻ്റാണ് ഈ ഒരു മൂവ്മെൻറ്റ്, എത്ര ആഴത്തിൽ വേരോട്ടമുള്ളതാണ്, എങ്ങനെയാണ് റിലീജനെയും DTസിനെയും ഇവിടെ നേരത്തെ നിലനിന്നിരുന്ന മേ ബി സബോൾട്ടേൺ ഇടങ്ങളായിരുന്ന അഖാഡ പോലെയുള്ള കൾച്ചേഴ്സ് ഇടങ്ങളെയും കൾച്ചേഴ്സിനെയൊക്കെ ഒരുമിച്ച് വീവ് ചെയ്ത് അതിനെ ഒരു ഫണ്ടമെൻ്റൽ ഐഡിയോളജിയോട് ചേർത്ത് വെച്ച് അതിനെ ഒരു മിലിറ്റൻ്റ് ഹിന്ദുയിസത്തിലേക്ക് RSS കൊണ്ടുവന്നതെന്നും കൂടെ നമ്മൾ അങ്ങനെ റീഡ് ചെയ്യുമ്പോഴാണ് RSSൻ്റെ ഒരു ഡീപ്പ് കൾച്ചറൽ പൊളിറ്റിക്കൽ പെനിട്രേഷൻ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ ഈ ഹിന്ദു മഹാസഭയും RSSും തമ്മിൽ ഒരു ക്രോസ് ഫെർട്ടിലൈസേഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ലീഡേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരെ തന്നെ പ്രചരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പൊളിറ്റിക്കൽ ക്യാമ്പയിൻസിലാണെങ്കിലും നയരൂപീകരണത്തിലാണെങ്കിലും ഒക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ലീഡേഴ്സിനെയും ഐഡിയാസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ നമുക്ക് കാണാൻ പറ്റും. ഇതേ കാര്യം നമുക്ക് RSSൻ്റെയും ജനസംഘിൻ്റെയും ചരിത്രം എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇൻഫാക്ട് ശ്യാം പ്രസാദ് മുഖർജി ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുന്നു. അദ്ദേഹം ആദ്യമായിട്ട് തിരിയുന്നത് വസന്തറാവ് ഓക്കെ അല്ലെങ്കിൽ വസന്തറാവ് ഓക്ക് എന്ന് പറഞ്ഞ സർസംഘ് ഡൽഹിയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സർസംഘ് ചാലകിൻ്റെ അടുത്ത് പോയാണ്. അവരൊരുമിച്ചിരുന്നാണ് ഈ ഒരു ഐഡിയ ഉണ്ടാക്കുന്നത് തന്നെ ജനസംഘിനെ കുറിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ജനസംഘിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുക ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതിൽ വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ചില ലീഡേഴ്സ് മാത്രമേ ഉള്ളൂ ഈ RSS കാദറിൽ നിന്ന് വരാത്തത് ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ എവിടെ നിന്നാണ്, ഏതാണ് ഈ ഐഡിയാസിൻ്റെ നെർവ് സെൻറ്റർ, എവിടെയാണ് ഇന്ത്യയിലുള്ള ഇന്ന് നിലനിൽക്കുന്ന മോഡേൺ ഇസ്ലാമോഫോബിയ? ഇപ്പം കമ്മ്യൂണലിസം ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞുള്ള വർക്കിൽ അത് റോമല താപ്പർ, ഇർഫാൻ ഹബീബ്, തനിക സർക്കാർ, സുമിത് സർക്കാർ,
അതിൻ്റെ ഒരു റെസ്പോൺസായിട്ട് സുനിൽകുമാർ എന്ന് പറഞ്ഞ സ്കോളർ എഴുതുന്നുണ്ട്. അപ്പം സുനിൽകുമാർ അതിനകത്ത് പറയുന്നുള്ള വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്. ഇന്ത്യയിൽ എപ്പോഴും കമ്മ്യൂണിസം നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ നമ്മളങ്ങനെ ഞാൻ ഈ സീരീസിൽ തന്നെ പല സ്കോളേഴ്സും പറഞ്ഞ് കേൾക്കുകയുണ്ടായി, ഇന്ത്യ എപ്പോഴും ബഹുസ്വരമായിരുന്നു, അതുകൊണ്ട് ആ ബഹുസ്വരത നമ്മൾ കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെ വർഗീയത ഇല്ലാത്ത സ്ഥലമായിരുന്നു. സുനിൽകുമാർ പക്ഷെ വാദിക്കുന്ന നേരെ തിരിച്ചാണ്. ഇന്ത്യയിൽ വർഗീയത എപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഇന്ത്യയിലെ അപരസ്പർദ്ധ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യയിലെ കാസ്റ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അദറിങ് ഏറ്റവും കൂടുതൽ, അദറിങ്ങിനെ നമ്മുടെ അല്ലെങ്കിൽ അപരവൽക്കരണത്തിനെ പല രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യുന്ന ആശയ സംഹിതകൾ നിലനിൽക്കുന്ന, ആ ആശയ സംഹിതകളെ കാസ്റ്റ് കൊണ്ട് വേരുറപ്പിച്ച അല്ലെങ്കിൽ അതിനെ അത്രയും ഡീപ്പ് റൂട്ടഡ് ആക്കി മാറ്റിയ ഒരു കൾച്ചറാണ് ഇന്ത്യക്കുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ബഹുസ്വരതയെക്കുറിച്ച് പറയുമ്പം ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, ഈ ബഹുസ്വരത എന്ന് ഞാനിപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഇമേജസ് ഏതാണ്? മേ ബി പഞ്ചാബിലുള്ള എന്താണ് ഒരു സർദാർജിയുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ വരുമായിരിക്കും. കേരളത്തിലുള്ള ഒരാളുടെ ഒരു കസവ് നേരിയതൊക്കെ കൊടുത്ത ഒരാളുടെ ഇമേജ് നിങ്ങളുടെ മനസ്സിൽ വരുമായിരിക്കും. അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊരു ചേല കൊടുത്ത ആളുടെ ഇമേജ് വരുമായിരിക്കും. അല്ലെങ്കിൽ കാശ്മീരിൽ നിന്ന് തൊപ്പിയൊക്കെ വെച്ച് കഫ്താനൊക്കെ ഇട്ട ആളുടെ ഇമേജ് വരുമായിരിക്കും. ഈ ഇമേജസ് എല്ലാം തന്നെ അതത് ആ നാടുകളിലെ അല്ലെങ്കിൽ അതത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലെ വരേണ്യവർഗത്തിൻ്റെ ഇമേജസ് അല്ലേ. അപ്പോൾ ഡൈവേഴ്സിറ്റി എന്നുള്ളൊരു കാര്യം ഇന്ത്യയിൽ ഇപ്പോഴും സവർണ ഡൈവേഴ്സിറ്റി ആയിട്ട് നിലനിൽക്കുന്ന ഒരു ഇന്ത്യയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നമ്മൾ പറയുമ്പോൾ അറ്റ് വാട്ട് കോസ്റ്റ് ആർ വി പ്രീച്ചിങ് ദിസ് ഐഡിയ ഓഫ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി? Isn't the idea of diversity itself premised on the idea of oppressing a certain set of people? ഈ ബഹുസ്വരത എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ ഉപരിപ്ലവമായിട്ടുള്ള ബഹുസ്വരതയാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. ആ ബഹുസ്വരതയിൽ തന്നെ മാറ്റിവെക്കപ്പെടുന്ന ഒരുപാട് സെറ്റ് ഓഫ് മനുഷ്യരുണ്ട്. അത് ഇന്ത്യയിൽ നമ്മൾ സനാതനധർമ്മം എന്ന് വിളിക്കുന്ന ആ ധർമ്മത്തിൽ അപരവൽക്കരണത്തിൻ്റെ വലിയ ഒരു വലിയ ഒപ്രസീവ് ഇമ്പാക്റ്റ് കിടക്കുന്നത് കൊണ്ടാണ്, ഒപ്രസീവ് ഇൻഫ്ലുവൻസ് കിടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മനഃപൂർവമായി നമ്മൾ കമ്മ്യൂണലിസത്തിനെതിരെ ഫൈറ്റ് ചെയ്താൽ മാത്രമേ കമ്മ്യൂണലിസം പോവുകയുള്ളൂ. സുനിൽകുമാർ പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ത്യയിൽ എപ്പോഴും വർഗീയത നിലനിൽക്കുന്നുണ്ട്. അതിപ്പം ചിലപ്പം ബുദ്ധമതം ഉണ്ടായ സമയത്ത് ബുദ്ധമതവും ബ്രാഹ്മണ മതവും തമ്മിലായിരിക്കും, ബുദ്ധിസവും ജൈനിസവും തമ്മിൽ സ്പർദ്ധ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വൈഷ്ണവിസവും ശാക്തിസവും അല്ലെങ്കിൽ വൈഷ്ണവിസവും ശൈവിസവും തമ്മിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് പിന്നെ ഒരു സൈഡിൽ ബ്രാഹ്മണികബദ്ധമായിട്ടുള്ള ഹിന്ദുയിസവും ഇസ്ലാമും തമ്മിലായിരിക്കും. അങ്ങനെ നിരന്തരമായിട്ട് കമ്മ്യൂണലിസം നിലനിൽക്കുന്ന ഒരു നാടാണ് ഇന്ത്യ. ആ ഒരു ഹിസ്റ്ററി നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ ഭയങ്കര സമത്വസുന്ദര ആയിട്ടുള്ളൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു നമുക്കെന്ന് നമ്മൾ തെറ്റായിട്ട് നമ്മളെ തന്നെ ധരിപ്പിക്കരുത്. നമ്മൾ പൊരുതി നേടിയെടുത്തതാണ് ഈ സെക്യുലറിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് പ്രിസർവ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും വളരെ ആക്റ്റീവായിട്ട് തന്നെ ശ്രമിച്ചാൽ മാത്രമേ ആ സെക്യുലറിസം പ്രിസർവ്ഡ് ആവുകയുള്ളൂ. നമ്മൾ പലപ്പോഴും നമ്മുടെ 2000 to 4000 വർഷം ഹിസ്റ്ററിയിൽ നമ്മൾ ചെയ്തു വന്ന അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ ചെയ്തു വന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ആധുനികതയിലേക്ക് നമ്മളെ തന്നെ പാകപ്പെടുത്തി പരിവർത്തനം ചെയ്ത് വന്നൊരു ജനതയാണ്. അതാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ പ്രസ്ഥാനത്തിൽ നടന്നത്, അതാണ് നമ്മുടെ നവോത്ഥാന മൂവ്മെൻറ്റ്സിൽ നടക്കുന്നത്. ആ മൂല്യങ്ങളെ പ്രിസർവ് ചെയ്യാൻ വളരെ വലിയ രീതിയിൽ നമ്മൾ തന്നെ ഓരോ ദിവസവും സമരം ചെയ്ത് നമ്മളോടും ബാക്കിയുള്ളവരോടും സമരം ചെയ്തേ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ചുമ്മാ ഉണ്ടായി വരുന്നതല്ല. ഇപ്പം RSSനെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് പറ്റും എന്ന് പറയുമ്പോൾ ഞാനും വിശ്വസിക്കുന്നത് ഇന്ത്യക്ക് പറ്റും എന്നുള്ളത്. പക്ഷെ അത് ഇന്ത്യയുടെ പാസ്റ്റ് കാരണമല്ല. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ ഉണ്ടായി വന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള അംബേദ്കറേറ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഐഡിയാസും ഡെമോക്രാറ്റിക് സ്പേസസിൽ നിന്നും
കൊണ്ടേ ഇതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇക്വാലിറ്റി എന്നുള്ള അത് എല്ലാ രീതിയിലുമുള്ള ജെൻഡറിൻ്റെ കാര്യത്തിലാണെങ്കിലും കാസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും സെക്ഷൽ ഡൈവേഴ്സിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ആ ഇക്വാലിറ്റിക്ക് വേണ്ടി നിരന്തരം ഫൈറ്റ് ചെയ്താൽ മാത്രമേ RSS പോലുള്ള ഫാസിസ്റ്റ് ഐഡിയോളജീസിനെ നമുക്ക് തോൽപ്പിക്കാനാവുകയുള്ളൂ. അല്ലാതെ ചുമ്മാതിരുന്നു കൊണ്ട് ഇന്ത്യയുടെ സിവിലൈസേഷന് അങ്ങനെ കരുത്തുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ജയിച്ചോളൂ എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിന് കരുത്തുണ്ട് അതുകൊണ്ട് നമ്മൾ ജയിച്ചോളൂ എന്ന് വിചാരിച്ചാൽ നമ്മൾ ജയിക്കാൻ പോകുന്നില്ല. അതിന് ആക്റ്റീവായിട്ട് റോൾ തന്നെ വേണം.